ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്. അത് സതീശൻ എങ്ങനെ മാറ്റും? മോഡിഫിക്കേഷനൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വളരെ ലിബറലായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വലിയ ഒച്ചത്തിലുണ്ടാക്കുന്ന വണ്ടി ബൈക്കിൻ്റെ സൗണ്ടൊക്കെ അതൊന്നും കോടതി അനുവദിക്കത്തില്ല. മുൻവശത്ത് ഒരു ലൈറ്റും വയ്ക്കാൻ, വണ്ടിയിൽ ഒരു ലൈറ്റ് വെച്ചാൽ 5000 രൂപ വെച്ച് ഫൈൻ അടിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കാതിരിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഇല്ല ബസ്സിൽ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മോഡിഫിക്കേഷനും രാഷ്ട്രീയവും ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്. അത് സതീശൻ എങ്ങനെ മാറ്റും? ഇന്ത്യ ഗവൺമെൻറ് വെച്ചേക്കുന്ന മോട്ടോർ വാഹന നിയമം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. അതിൽ മോഡിഫിക്കേഷൻ അനുവദിക്കാൻ ഹെഡ്ലൈറ്റ് മുമ്പിൽ ഒരു ലൈറ്റും വയ്ക്കാൻ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശക്തമായ വിധിയുണ്ട്. ഒരാഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഗവൺമെൻറ് പ്ലീഡറെ വിളിച്ചിട്ട് അത് വിലയിരുത്തുന്നുണ്ട് കോടതി. അങ്ങനെയൊക്കെ ചെയ്യുന്ന കർശനമായ നിലപാടെടുക്കുമ്പോൾ നമ്മൾ കോടതിയെ മറികടന്നുകൊണ്ടൊക്കെ പ്രകടനപത്രിക ഇറക്കാൻ പറ്റുമോ? തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. ഞാൻ ഈ ഓൾട്ടറേഷൻ ഒന്നും എതിരൊന്നുമല്ല. നാച്ചുറലി വണ്ടിക്ക് മാറ്റം വരാത്ത ഏത് ഓൾട്ടറേഷൻ അനുഭവിച്ചോളാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ വണ്ടിക്കൊരു ഡിസൈനുണ്ട്. ആ ഡിസൈനെ വേർപെടുത്തുക. അതായത് വലിയൊരു ടയർ ഇടുന്നതുകൊണ്ട് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ടയർ പിടിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സാധനം ഇടയിൽ വയ്ക്കുക, ഇത് അപകടത്തിനിടയാക്കും. കാരണം അത് ഊരിപ്പോയാലോ? കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ വളരെ സയൻറ്റിഫിക്കായിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം അത് അപ്രൂവൽ വാങ്ങിയതിന് ശേഷമാണ് അവർ ഫാക്ടറി മാനുഫാക്ചർ ചെയ്യുന്നത്. ആ മാനുഫാക്ചർ ചെയ്യുന്ന ബേസിക് സാധനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. പിന്നെ വല്ലാത്ത പ്രകാശമുള്ള ലൈറ്റ് വെച്ചാൽ എതിരെ വരുന്നവർക്ക് പുഷ്പമല്ലേ? അപ്പോൾ അത് ആലപ്പുഴയിൽ ഒരു അപകടം ഉണ്ടായിട്ട് 6ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചില്ലേ? അത് ലൈറ്റ് കണ്ണിലടിച്ച് പേടിച്ചു പോയതാണ്. കാരണം ലൈറ്റ് വല്ലാതെ കണ്ണിലടിച്ചപ്പോഴത്തേക്കും എവിടുന്ന എന്താണെന്ന് മനസ്സിലാകാതെ കൺഫ്യൂഷനായിട്ടാണ് കുഞ്ഞുങ്ങൾ പോയിട്ട് ഈ ബസ്സിലടിച്ച്. ഇതൊന്നും മറന്നു പോകരുത്.